അൻവർ ഈ LDFിൽ നിന്ന് പുറത്തു വരാൻ തീരുമാനിക്കുമ്പോൾ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് ഇപ്പോൾ ADGP MR അജിത് കുമാറിനെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ, പോലീസിലെ RSS വൽക്കരണമോ അല്ലെങ്കിൽ ഹിന്ദുത്വ വൽക്കരണമോ ഇതൊക്കെയായിരുന്നു. ഇതിനൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്, അൻവർ ഐഡൻറ്റിഫൈ ചെയ്തൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. അതിന് പുറമെ ഇപ്പോൾ അൻവർ ഈ വനനിയമ ഭേദഗതി ഉന്നയിക്കുന്നു, ഈ മലയോരത്ത് താമസിക്കുന്ന 1.5 കോടി ജനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, മലയോര ജനതയുടെ വോട്ട് കൊണ്ട് ജയിക്കാവുന്ന 63 നിയമസഭാ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട് എന്ന് പറയുന്നു. അതിലൊരു 22 എണ്ണമെങ്കിലും 6000-ൽ താഴെ വോട്ടിന് മാത്രമാണ് LDF കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എന്ന് പറയുന്നു. അത് വേണമെങ്കിൽ UDFന് പിടിക്കാവുന്നതുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ 2 കോൺസ്റ്റിറ്റ്യുവൻസിയെ ഒരേ സമയം അഡ്രസ്സ് ചെയ്യാൻ അൻവർ ശ്രമിക്കുന്നു. അതിൻ്റെ തുടർച്ചയിലാണ് VS ജോയിയുടെ പേര് പറയുന്നത്. കാരണം ആ ബെൽറ്റിലുള്ള, മലയോര ബെൽറ്റിൽ താമസിക്കുന്ന, ആ ബെൽറ്റിൽ സാമുദായികമായ കണക്കെടുത്താൽ ഏറ്റവും അധികമുണ്ട് എന്ന് കരുതപ്പെടുന്ന ക്രിസ്തീയ വിഭാഗങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ ഈ 2 കോൺസ്റ്റിറ്റ്യുവൻസി അഡ്രസ്സ് ചെയ്യാൻ അൻവർ ശ്രമിക്കുമ്പോൾ അതെന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ? ഈ 2 കോൺസ്റ്റിറ്റ്യുവൻസിക്കും എടുക്കാവുന്ന മറ്റ് സംഘടനകൾ നിലവിലുണ്ട്. ഇത് പറയാൻ, അല്ലെങ്കിൽ ഈ RSS വൽക്കരണത്തെക്കുറിച്ച് പറയാൻ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള വനനിയമത്തെ ഭേദഗതിയെക്കുറിച്ച് പറയാൻ അൻവറിനേക്കാൾ ശക്തമായിട്ടുള്ള ആളുകൾ UDFിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അൻവറിന് പുറത്തുണ്ട്. അൻവറിന് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് അതിൽ ഒരു പ്രശ്നം. തീർച്ചയായും ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ പ്രശ്നവും രണ്ടാമത്തെ പ്രശ്നവും തമ്മിൽ വലിയ വ്യത്യാസം. രണ്ടാമത്തെ പ്രശ്നം, ഒരു വനനിയമ ഭേദഗതി ഒരു ഇമോഷണൽ ഇഷ്യൂ ആയിട്ട് ഒരു വോട്ടിംഗ് പാറ്റേണിനെ തിരുത്താനുള്ളൊരു ശക്തിയായിട്ടോ ഇതുവരെ വന്നിട്ടില്ല. ഇനി വരുമോ എന്ന് നമുക്കറിയില്ല. ശ്രമം നടക്കുന്നുണ്ട്. അത് ഒരു കസ്തൂരിരംഗൻ പോലെ, കസ്തൂരിരംഗൻ റിപ്പോർട്ട് പോലും വേണ്ടത്ര രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ഒരു ഇലക്ട്രൽ ഇഷ്യൂ ആയിട്ട് ഇത് മാറിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വനനിയമത്തെ ഒരു രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ഒരു കരുത്ത് എത്രത്തോളം അൻവറിനുണ്ട് എന്നുള്ളതൊരു പ്രശ്നമാണ്. അത് ഉയർത്തിക്കൊണ്ടുവരാനും അത് ഒരു ഇലക്ഷൻ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവരാനും ഒറ്റയ്ക്ക് അൻവറിന് എത്രമാത്രം സാധിക്കുമെന്നുള്ളത്. ആദ്യത്തെ ചോദ്യം, ഈ RSS വൽക്കരണം, പോലീസ്, അത് അൻവറിൻ്റെ കയ്യിൽ നിന്ന് പോയി. അൻവർ ആണ് ഉയർത്തിക്കൊണ്ടുവരുന്നതെങ്കിലും ഇന്നത് വലിയ രീതിയിൽ ചർച്ചയാവുകയും മറ്റു സംഘടനകൾ ഏറ്റെടുക്കുകയും അത് UDFിൻ്റെ തന്നെ പ്രധാനപ്പെട്ടതാവുകയും ചെയ്യുന്നു. അപ്പോൾ അൻവർ മാത്രമായിട്ട് ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്.